ചിരി ഉണർത്തുന്ന നർമ്മരസം ചേർത്ത് സ്വാഭാവികമായ തമാശകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ചിരി വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. വൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷോയുടെ എല്ലാമായ കോമഡിയുടെ ഉസ്താദായ ശ്രീ രമേശ് പിഷാരടിയെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം രമേശ് ഏട്ടൻ. സ്വാഗതം. താങ്ക് യു. ചില ആൾക്കാരോട് നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തൊക്കെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയും അങ്ങനെ പോകുന്നു എന്ന് പറയും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളോട് ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഇതൊക്കെ മാറും, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, എല്ലാം ശരിയാവും. ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമാധാനിപ്പിക്കുന്നത്. എന്നാൽ ബാല്യകാലത്തിൽ തന്നെ ഒരു പ്രശ്നം തനിക്കുണ്ടെന്ന് തിരിച്ചറിയുന്നു. ഒരാൾക്കും അദ്ദേഹത്തോട് ചെന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, ഇത് മാറും, ഒരു ദിവസം ഈ പ്രശ്നം ഇല്ലാതാകും എന്ന് പറയാൻ പറ്റാത്ത ഒരു പ്രശ്നം. അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്ന ഒരാൾ ജീവിതത്തോട് പടവെട്ടി മുന്നേറി ജീവിതത്തിൽ വിജയിച്ച് മറ്റൊരുപാട് പേർക്ക് മാതൃകയും പ്രചോദനവുമാകുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമുള്ളൊരു കാര്യമാണ്. ലോകം മുഴുവൻ ഇത്രയും നാൾ ഏകദേശം 40,000 വർഷമായി മനുഷ്യനുണ്ടായിട്ടെന്നാണ് പറയുന്നത്. ഏകദേശം ഈ 40,000 വർഷത്തെ ഒരു കണക്കെടുത്താൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടും കഴിഞ്ഞ നൂറ്റാണ്ടും മാറ്റി നിർത്തിയാൽ പോലും ഏകദേശം 20,000 പേരെ മാത്രമേ ഇന്നറിയുള്ളൂ. അതിനകത്ത് ഷേക്സ്പിയർ ഉൾപ്പെടും, സോക്രട്ടീസ് ഉൾപ്പെടും, സ്റ്റാലിൻ ഉൾപ്പെടും, ചാർലി ചാപ്ലിൻ ഉൾപ്പെടും. ഇങ്ങനെയൊക്കെ ആലോചിച്ചാലും ഈ പ്രശസ്തരുടെ എല്ലാം എണ്ണം 20,000-ൽ താഴെയാണ് എന്നാണ് പറയുന്നത്. ആ 20,000-ൽ എടുത്താലും ഇങ്ങനെ ഒരാൾ ഇതൊന്നു മാത്രമേ ഉണ്ടാകുള്ളൂ. അങ്ങനെ ഒരാളാണ് ഇന്ന് ഈ വൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. ചിരിയും സന്തോഷവുമെല്ലാം നമ്മളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി ആ വലിയ കലാകാരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി സ്വാഗതം ഗിന്നസ് പക്രു. പക്രു ചേട്ടാ, വൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്തപ്പോൾ അതിൽ ദാസേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നീട് ഞാൻ എന്നോട് ചോദിച്ചു, എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം? എനിക്കതിന് കിട്ടിയ ഉത്തരവെന്ന് പറയുന്നത്, ദാസേട്ടൻ ഒരിക്കലും എൻ്റെ പടത്തിൽ പാടുക എന്ന് പറയുന്ന ഒരു ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഒരു ആവശ്യമായിരുന്നു, ദാസേട്ടൻ്റെ പ്രൊഫൈൽ ഒരാൾ ചെക്ക് ചെയ്താൽ അതിൻ്റെ ഏറ്റവും കീഴെ എൻ്റെ പേര് കൂടെ കിടക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വകാര്യമായ ഒരു സന്തോഷവും ആഗ്രഹവുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, വൺസ് അപ്പോൺ എ ടൈം പോലെ ഒരു പരിപാടിയിൽ വരിക എന്നത് പക്രു ചേട്ടന് വലിയ ആവശ്യമുള്ളൊരു കാര്യമല്ല. പക്ഷെ പക്രു ചേട്ടനെ പോലെ ഒരാൾ വരിക എന്നുള്ളത് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഒരു വലിയ ആവശ്യമാണ്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ മനസ്സിലെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും നല്ലൊരു സൗഹൃദം അല്ലെ നല്ലൊരു സുഹൃത്ത് ആണ് എന്നുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നമ്മളോടുള്ള ഒരു സ്നേഹവും കരുതലൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചുരുക്കം കുറച്ച് ആളുകളുണ്ട്. അതിലൊരാളാണ് ഈ നിൽക്കുന്ന ഒരു സ്വയം മോട്ടിവേഷൻ. നമ്മളെല്ലാം പറയുമല്ലോ, വേറൊരാളെ ഏൽപ്പിക്കാതെ സ്വയം ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം ആരാണ്, എന്താണ്, എങ്ങനെയാണ്, തന്നെ എങ്ങനെയാണ് ഇത് നേടിയെടുക്കുന്നത്? എനിക്ക് ഏറ്റവും വലിയൊരു പ്രചോദനമായത്, എനിക്ക് തോന്നുന്നത് അതിനൊരു ഏറ്റവും വലിയൊരു പിടിവള്ളി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ദൈവാനുഗ്രഹം, കല എന്ന് പറയുന്നൊരു സംഭവം നമ്മളിലേക്ക് ഉണ്ടായി. ഒരുപക്ഷെ സ്പോർട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് എന്ത് ചെയ്തേനെ. അപ്പം നമുക്ക് അവിടെ ഇരിക്കാം. സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഈ വേറിട്ട വേദിയിൽ ഇപ്പോൾ പെർഫോം ചെയ്യാൻ വരുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൊച്ചു പ്രദീപ് ഫ്രം പെരുമ്പാവൂർ. പ്രതിഭേട്ട വീണ്ടും സ്വാഗതം. ആയിക്കോട്ടെ, സ്വാഗതം. താങ്ക് യു. അത്ഭുത ദ്വീപിലെ നമ്മുടെ കൂട്ടുകാരനാണ്. അതെ, യുദ്ധത്തിനൊക്കെ പോണ ആളാ കുതിരപ്പുറത്ത്. ഒരുപാട് സന്തോഷം ചേട്ടാ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എൻ്റെ ഇൻസ്പിറേഷൻ, അതായത് എൻ്റെ റോൾ മോഡൽ പക്രു ചേട്ടനാണെന്ന് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ സ്റ്റാർ ഇമിറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കൈയ്യടി കിട്ടുന്നത് പക്രു ചേട്ടൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്. ഈ ഒരു മുഹൂർത്തം ഞാൻ പാഴാക്കി കളഞ്ഞാൽ അത്ര എളുപ്പം മറ്റൊരിടത്ത് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ ശബ്ദം ഒന്ന് അനുകരിക്കാം. പക്രു ചേട്ടൻ്റെ. അതെ. എടാ ഗന്ധർവ, എൻ്റെ പെണ്ണിനെ തള പട്ടി മാതല, ആ ഗന്ധർവൻ എൻ്റെ പെണ്ണിനെ അങ്ങോട്ട് പോണു. എടാ ബാബു, എടാ എന്നെ കൂടെ ഇറക്കിക്കൊണ്ട് പോടാ.
ഇപ്പം ഞാൻ കുറേ ബേസ് കിട്ടു തുടങ്ങിയിട്ടുണ്ട്. ആണോ? അത് ഞാൻ പഠിച്ചോളാം. അത് പഠിക്കണം. അപ്പൊ പ്രദീപ് നമ്മുടെ ഇന്നത്തെ പെർഫോമൻസ് അടിപൊളിയാക്കണം. ആയിക്കോട്ടെ. പ്രതിഭയുടെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. തകർക്കുക. ഓക്കെ. അതുപോലെ നമസ്കാരം, ഞാൻ കൊച്ചു പ്രദീപ്. ഞാൻ എൻ്റെ പെരുമ്പാവൂരാൻ കഥകളുടെ 2ാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു കലാകാരൻ്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. രമേശ് ചേട്ടനൊക്കെ അറിയായിരിക്കും, വിജയൻ എന്നാണ് അജയൻ്റെ പേര്, കല്ലമ്പലം വിജയൻ എന്ന് പറയാം. അപ്പോൾ വിജയൻ ചേട്ടൻ്റെ കുറച്ച് കഥകളാണ്. പുള്ളിയുടെ അനുവാദം ഉണ്ടല്ലോ അല്ലേ? അനുവാദമുണ്ട്. അതെ അല്ലെ, കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ്. ഒറിജിനൽ പേര് പറഞ്ഞിട്ടേ എനിക്കും കൂടെ മേടിച്ചു തരുന്നത്, തന്നെ മേടിക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലി അക്ബർ സാറിൻ്റെ. അപ്പോൾ ഇദ്ദേഹം ചെന്ന് കണ്ടു. വിജയ് ചേട്ടൻ അവിടെ ഒരു ക്യാരക്ടർ കൊടുത്തു, ചായക്കടക്കാരൻ്റെ റോളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തു, സൂപ്പറായി. ഇപ്പോൾ 2ാമത്തെ ദിവസം പുള്ളിയുടെ അന്നത്തെ ആ സീൻ കഴിഞ്ഞു. 2ാമത്തെ ദിവസം പള്ളിയിലൊരു കല്യാണത്തിൻ്റെ സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷോട്ടൊക്കെ വെച്ചു, ആക്ഷൻ പറഞ്ഞ് ഇപ്പോൾ കല്യാണം പെണ്ണിൻ്റെ ഇപ്പുറത്ത് വിജയൻ ചേട്ടൻ ചായക്കട വേഷത്തിൽ നിൽക്കുക. വിജയ, ഇന്നലെ നമ്മുടെ ഇത് കഴിഞ്ഞല്ലേ, ആ സീനിൽ വിജയനില്ല, അന്ന് കല്യാണത്തിൻ്റെ സീനാത്, മാറിപ്പോ. ഞാൻ പോവില്ല. അതെന്താ? ഞാൻ ഈ നാട്ടിലെ ചായക്കടക്കാരനല്ലേ, എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടെന്നേ, എനിക്ക് വരാൻ പാടില്ല, കല്യാണം കൂടാൻ പാടില്ല. അതുപോലെ നമ്മുടെ മമ്മിക്കയുടെ സിനിമ ഭദ്ര എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ എടുത്ത ഹൊറർ സിനിമ ജഗദീഷ് ചേട്ടനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നൈറ്റ് സീനാണ്. അപ്പോൾ അതിനകത്തൊരു സീൻ എന്ന് വെച്ചാൽ വിജയൻ ചേട്ടൻ പ്രേതത്തെ കണ്ട് പേടിക്കുന്ന സീനാണ്. അപ്പോൾ ഫുള്ള് ഹൊറർ അറ്റ്മോസ്ഫിയറൊക്കെയാണ്. പ്രൊപ്പല്ലർ 2 സൈഡിൽ നിന്ന് പ്രൊപ്പല്ലറൊക്കെ വെച്ച് കാറ്റും ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളി വരുന്നു, യക്ഷി വന്നു, ആക്ഷൻ പറഞ്ഞ് പേടിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി ചിരിക്കുക, ഭയങ്കര ചിരി, ക്ലോസാണ് വച്ചേക്കണേ. അപ്പം മമ്മിക്ക് ദേഷ്യം വന്ന്, കട്ട് വിജയ, ഇത് പ്രേതമായി വന്നത്, ചിരിക്കരുത്, പേടിക്കണം. ഞാൻ പേടിക്കാട്ടോ, പേടിക്കാം, കുഴപ്പമില്ല, പേടിക്കാം. ഓക്കെ, അടുത്ത് പറഞ്ഞു, ആക്ഷൻ പറഞ്ഞു, പിന്നെയും ചിരിക്കുക. എൻ്റെ വിജയ, ഇത് പറയണം മനസ്സിലാവണില്ലേ? പേടിക്ക്. ഞാൻ പേടിക്കണ്ടെന്നേ. പിന്നെ ചിരിക്കണെന്തിനാ? ചിരിക്കണല്ലോ, ഈ പ്രൊപ്പല്ലർ വെച്ചിട്ട് കിറി 2 സൈഡിലേക്ക് പോണതാണ്. ഞങ്ങളുടെ അച്ചാച്ചൻ്റെ കാര്യമാണ്. അതായത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ആക്ഷൻ ഷൂ ഇറങ്ങിയൊരു ടൈമുണ്ടല്ലോ, ആക്ഷൻ്റെ ഷൂ. അപ്പോൾ അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈ കശുവണ്ടിയൊക്കെ പറക്കി കൂട്ടി വെച്ച്, ഈ വിഷ്കൈഡും കിട്ടുന്ന പൈസയും ഇതൊക്കെ കൂട്ടി വെച്ച് 600 രൂപ കൊടുത്തിട്ട് വൈറ്റ് ഷൂ മേടിച്ചു. ഷൂ മേടിച്ച് രാവിലെ സ്കൂളിൽ പോകാൻ നിർത്തി ഇതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. പച്ചാച്ചൻ കുറേ നേരമായിട്ടോട് നോക്കിക്കൊണ്ടിരിക്കുക, ഒരു പിടുത്തമില്ല. ഇതെന്നത്? ഇത് ഷൂവാ, ആക്ഷൻ്റെ ഷൂ. ഇതിനെത്ര പൈസയാ? പൈസയൊന്നുമല്ല, ഇത് 1-2 രൂപയുടെ മുതലല്ല, ആക്ഷൻ്റെ ഷൂ 600 രൂപയാ. 600 രൂപ കൊടുത്തിട്ട് നിനക്ക് ഈ വള്ളിയിട്ട് കൂട്ടിക്കെട്ടണാണോ കിട്ടിയെന്ന്. ഈ അച്ചാച്ചൻ നമ്മുടെ അമ്മായിയുടെ വീട്ടിൽ പോവാം. അപ്പോൾ അന്ന് ഈ DD2-ലൊക്കെ ഉച്ചയ്ക്ക് സിനിമയുള്ള കാലം. അപ്പോൾ പുള്ളി വണ്ടിയൊക്കെ കിട്ടി അവിടെ ചെന്നപ്പോൾ താമസിച്ചു പോയി. CBI ഡയർക്കുറിപ്പാണ് സിനിമ. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു 3/4 ഭാഗം കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഭാഗം കണ്ട കണ്ട. പക്ഷേ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി മറ്റേ കേസന്വേഷണവും പോലീസ് പടമൊക്കെ ഇഷ്ടപ്പെട്ട ആളാണ്. പുള്ളിയെ കണ്ട് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി വൈകുന്നേരമായപ്പോൾ വീട്ടിലൊന്ന് വെച്ച് പറഞ്ഞു, നല്ലൊരു പടം കണ്ടു വന്നു, സൂപ്പർ പടം എന്ന് വെച്ചാൽ സൂപ്പർ പടം, ഒരു രക്ഷയില്ല, ഭയങ്കര കേസന്വേഷണമാണ്. ഏതാ ചാച്ച പടം? കൃഷ്ണകൃപ ഫിലിംസ് പടത്തിൻ്റെ പേര്. ഇപ്പൊ കഥ പറഞ്ഞില്ലേ, കൃഷ്ണകൃപ ഫിലിംസ് വായിക്കുന്നത് മാറിപ്പോകുന്നതാണ്. അപ്പോൾ 1983 എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയത്ത് ഈ സിനിമയുടെ പോസ്റ്ററുകളിൽ എപ്പോഴും ഈ അക്കങ്ങൾ എഴുതുന്നത് ഇത് ഓടിയ ദിവസങ്ങളാണല്ലോ, 126-ാം ദിവസം, 100. ഇതിൽ 1983 എന്നൊക്കെ അക്കത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അക്കം വിട്ടേക്ക്. സിനിമ 100 ദിവസം കണ്ടാകാറായപ്പോൾ കപ്പടിച്ച് അങ്ങനെ ഒരു പോസ്റ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു മൊത്തം. അപ്പോൾ എൻ്റെ വണ്ടി ഓടിക്കുന്ന സുഹൃത്തിൻ്റെ ഭാര്യ സിനിമയ്ക്ക് പോയി. കുറേ ദിവസം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ സിനിമ ഏതാ കണ്ടേ? ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടൊരു സിനിമ കണ്ടായിരുന്നു. ഏതാ പടം? കപ്പടിച്ചേ. ഇതുപോലെ നമ്മുടെ അവിടെ പൂവപ്പടിയിൽ ധന്യാന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായി. അപ്പോൾ അവിടെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചായക്കടയിലെ പോസ്റ്റർ ഒട്ടിക്കണേ. അപ്പോൾ അവിടെ പോയാണ് അച്ചാച്ചനൊക്കെ ചായ ഒട്ടിക്കണേ. അപ്പോൾ അവിടെ ഈ മനോജ് കെ ജയനും വാണി വിഷ്ണുവൊക്കെയുള്ള മാന്ത്രിക കുതിര എന്ന് പറഞ്ഞിട്ട് പടം വന്നിട്ട് അതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചേക്കുക. അപ്പോൾ രാവിലെ കുറച്ച് കാരണന്മാരൊക്കെ ചായ അടിക്കുന്നുണ്ട്. ഈ അച്ചാച്ചനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ പടം കലക്കും, ഇത് ഭയങ്കര വിവാദമായിരിക്കും ഈ പടം, നോക്കിയോട്ടോ, ഭയങ്കര വിഷയമായിരിക്കും. അതിനാട്ടാ മന്ത്രിക്കെതിരെയല്ലേ എന്ന്.
മമ്മിക്ക എന്ന് പറയുന്നത് ഞാൻ ഹീറോയെ കപ്പൽ മുതലാളി എന്ന് പറഞ്ഞ പടത്തിന്റെ നിർമ്മാതാവാണ്. മമ്മിക്ക ഒരു വലിയ കോമഡി പ്രസ്ഥാനമാണ്. അദ്ദേഹം നല്ലൊരു കലാസ്നേഹിയാണ്. അദ്ദേഹം ഞങ്ങളൊരിക്കൽ അബുദാബിയിൽ ഒരു ഷോ കഴിഞ്ഞിട്ട് ദുബായിലോട്ട് വരും. അപ്പോൾ ഷോ ചെറുതായിട്ട് മോശമായി. അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് മോശമായാലും സംഘാടകർ പൈസ കുറയ്ക്കാൻ വേണ്ടി നല്ലോണം മോശമായി എന്ന് പറയും. ഒരു ബസ്സിൽ ഞങ്ങളെല്ലാം കൂടെ വരുമ്പം ഷോ കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങുകയാണ്. ഞങ്ങളെല്ലാം കൂടെ ചെറിയ ചിരിയും കളിയൊക്കെ ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ ഈ നടത്തിപ്പുകാർ മമ്മിക്കനെ വിളിച്ചിട്ട് ഷോ നന്നായില്ല എന്നെന്തോ മറ്റോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതറിയുന്നില്ല. പെട്ടെന്ന് മമ്മിക്ക് ബാക്കിലിരിക്കുമ്പം ഡ്രൈവറോട് ചോദിച്ചു, അതേ ഈ ബസ്സിൽ മൈക്കുണ്ടാ മൈക്ക്? അപ്പോൾ നമ്മളോർത്ത് ഇനി പാട്ട് തുടങ്ങാൻ പോവാണ് വണ്ടിയിൽ. എല്ലാവരും കൂടെ പാട്ടും എൻജോയ്മെൻ്റ് ഒക്കെ ഇരുന്ന് ഡ്രൈവർ പറഞ്ഞു, ആ മൈക്കെടുത്തൊന്ന് കുത്തിക്കാന്നേ, എല്ലാവരും ഇങ്ങനെ ഉറങ്ങിപ്പോയാൽ എങ്ങനെ ശരിയാവണേ, മൈക്കെടുത്ത് കുത്ത്. എന്നിട്ട് അയാൾ കഷ്ടിച്ച് മൈക്കൊക്കെ കുത്തി മൈക്ക് ഓണായി കഴിഞ്ഞപ്പം ഉറങ്ങല്ലേട്ടോ ഒരു സാധനം കേൾപ്പിച്ചേരാ എന്നിട്ട് പുള്ളിനെ തിരിച്ചു വിളിച്ചിട്ട് മൈക്ക് വെച്ചിട്ട് ഇനി പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ അയാള് എന്നാ ഷോയാ നിങ്ങളീ കാണിച്ചത്, ഞങ്ങളുടെ ഇതും പോയി അതും പോയിട്ട് ബസ്സിലുള്ള എല്ലാവരും ഉറങ്ങിയ പോലെ മിണ്ടാതെ കിടന്ന് 5 മിനിറ്റ് ചീത്ത മൈക്കിൽ കൂടെ വിളിക്കുന്നത് കേൾപ്പിച്ചു തന്നു പുള്ളി. ഞങ്ങളുടെ ട്രൂപ്പിലെടുത്തൻ ഭയങ്കര അനൗൺസ്മെന്റ് ഉണ്ട്. ഇപ്പം മനസ്സിനക്കരെ എന്ന് പറയുന്ന പടത്തിലെ മറക്കുടയാൽ എന്ന് പറയുന്ന പാട്ട് പുള്ളി അനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പാട്ട് കഴിഞ്ഞു, താങ്ക് യു മണ്ണിന്റെ മണമുള്ള കഥകൾ മലയാളിക്ക് സമ്മാനിച്ച തകഴി ശിവശങ്കരപ്പിള്ളിയുടെ പൊന്തൂകലിയിൽ നിന്ന് മുതിർന്നു വീണ ചെമ്മീൻ എന്ന നോവലിലെ കറുത്തമ്മ എന്ന കഥാപാത്രത്തെ രാമു കാര്യായിട്ട് വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചപ്പോൾ അതിലെ കറുത്തമ്മയെ വേഷമണിഞ്ഞ ശീല വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന ചിത്രത്തിനു വേണ്ടി ഇസൈஞானி ഇളയരാജ ഈണം പകർന്ന് എം.ജി. ശ്രീകുമാർ പാടിയ ഗാനം വറക്കുടയാൽ ആലപിക്കുന്നു കിഷോർ. ഇത്രയും ഒരു ആവശ്യമില്ല, ഇത്രയും മിനിമം ഒരു പാട്ടിന് വീതം ഗംഭീരമായിട്ട് അനൗൺസ് ചെയ്യുന്ന ഒരാളാണ്. 5 അനൗൺസ്മെന്റും 5 പാട്ടും മതി ഒരു ഷോ. 5 പാട്ട് മതി ഒരു ഷോയ്ക്ക്. അപ്പൊ ചില ആരംഭിക്കുന്നു ഇങ്ങനെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഭയങ്കര രസമാണ്. ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ വൈക്കത്തിനടുത്തൊരു പ്രോഗ്രാമാണ്, ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ സാധനം ഗംഗയാറ് പിറക്കുന്നു എന്നുള്ള പാട്ടാണ് പാടുന്നത്. അപ്പോൾ പുള്ളി സുഹൃത്തുക്കളെ പരിശുദ്ധം പരിഭവനമായി മണ്ഡലകാല മഹോത്സവം ആരംഭിച്ച് അതിമനോഹരമായ ഭക്തിഗാനത്തോടുകൂടി ഗാനമേള ആരംഭിക്കുകയാണ്. ആദ്യ ഗാനം ഗംഗയാർ പിറക്കുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു 40 പേര് എണീറ്റ് അങ്ങ് പോയി. 40 പേര് എണീറ്റ് പോയതും എന്താണെന്നറിയില്ല, എണീറ്റ് ഓടുക ചെയ്തേ. ഉടനെ തന്നെ കമ്മിറ്റിക്കാർ വാക്കുരുന്ന് അതിനെ തോന്നിയ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ ആൾക്കാർ പോയത്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തല ഭാഗത്തു നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവൻ ഗംഗാർ പിറക്കുന്നു എന്ന് പറഞ്ഞ് പുറത്ത് കേട്ടത് ജങ്കാർ പുറപ്പെടുന്നു എന്നാണ്. ജങ്കാറിന് ചേർത്തലയ്ക്ക് പോകേണ്ട ആൾക്കാരാ 40 പേര്. ജങ്കാർ പുറപ്പെടുവാണെങ്കിൽ എനിക്ക് ആനോടെ കേൾക്കാൻ പറ്റൂല്ലോ എന്നും പറഞ്ഞിട്ടുള്ള ഒറ്റ ഓട്ടം. ഞാൻ ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിന് മുമ്പ് അവിടുത്തെ കുട്ടികളുടെ ഡാൻസ് ഉണ്ട്, ഒരു 3-4 ഡാൻസ്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷോ തുടങ്ങണം. അത്ര 3-4 ഡാൻസ് അവർ കളിക്കുകയുള്ളൂ. ധർമ്മജനാണെങ്കിൽ എത്തിയിട്ടില്ല. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. തുടക്കം തൊട്ട് ഇവനുണ്ട് താനും, ഞാനും ഇവനും കൂടെ മുഴുവൻ സ്കിറ്റും. ഇവനാണ് എത്തിയിട്ടുമില്ല. ഞാൻ വിളിച്ചിട്ട് ഇവൻ എടുക്കുന്നതിന് കുറച്ച് കഴിഞ്ഞപ്പം ഇവൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഇപ്പം തീരും, നീ ടെൻഷൻ അടിക്കണ്ട, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്തും. എനിക്ക് ഈ ഉത്സവ പറമ്പിൻ്റെ സൗണ്ട് കേൾക്കാം, അത്ര അടുത്ത് ഞാൻ എത്തി, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വെച്ചു. ഇവൻ ഇതൊക്കെ കള്ളവും പറയാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം ഞാനിത് ടെൻഷനുണ്ട്, ഇവൻ അടിക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ടെൻഷനുണ്ട്. ഫോൺ ഓഫ് ചെയ്ത് ഫോൺ ഓഫായി പോയി. 4 ഡാൻസ് ഏകദേശം കഴിയാറായി. ഇത് കഴിഞ്ഞാൽ പരിപാടി തുടങ്ങണം. ഞാൻ ആ ഡാൻസ് ടീച്ചറോട് എന്ന് ചോദിച്ചു, ഒരു ഡാൻസും കൂടി ഇടാമോ എങ്ങനെയെങ്കിലും? അപ്പോൾ അവർ പറഞ്ഞ് കഴിഞ്ഞ വർഷം കളിച്ചൊരു ഡാൻസ് ഉണ്ട്, അതിൻ്റെ CD എന്തേ, ആ CD പെട്ടെന്ന് കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു ഡാൻസും കൂടി അറേഞ്ച് ചെയ്തു. ധർമ്മജം വരുന്നില്ല. പിന്നെ ഞാൻ ആ ഡാൻസ് ടീച്ചറോട് പറഞ്ഞു, ഒരെണ്ണം. അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലത് 4 എണ്ണം കളിച്ചിട്ട് ഇനി മോശം കളിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കുമല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, ഒരെണ്ണം കൂടെ പറഞ്ഞു. അവർ ഒരെണ്ണം കൂടെ കളിച്ചു. ധർമ്മജൻ എത്തിയിട്ടില്ല. ഞാൻ പിന്നെയും ഡാൻസ് ഇനി ചോദിക്കാനാണ് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ അതല്ല. ഇപ്പോഴത്തെ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ഡാൻസും കൂടെ കളിക്കാമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരത്ത് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. പുള്ളിക്കാരത്ത് തന്നെ എന്നാൽ ഒരെണ്ണം ഞാനങ്ങ് കലക്കാം, പഴയ ഒരു ഐറ്റം ഇടാമെന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി കോസ്റ്റ്യൂമൊന്നുമില്ല, ഉടുത്ത ചുരിദാറുമായിട്ട് ഷാൾ എടുത്ത് അരയെ കെട്ടിയിട്ട് കളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പം നേരെ ഫ്രണ്ടിൽ ആൾക്കാരുടെ ഇടയിൽ കടലയും തിന്നുകൊണ്ട് ധർമ്മൻ ഇരിക്കുക. പരിപാടിക്ക് വന്നിട്ട് അവൻ അവിടെ ഇരുന്ന് കടലയും തിന്നുകൊണ്ടിരിക്കുക. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഞാൻ ഒരാളെ വിട്ട് ഇങ്ങ് വിളിപ്പിച്ച് പുറകോട്ടപ്പോൾ എന്ത് തോന്നിയാ സോടെ കാണിക്കുന്നത്, എന്ത് ഉത്തരവാദിത്വം നിനക്ക്, നീ വരണ്ടേ എന്ന് വെച്ച് പിയും പറയാം, പിള്ളേരുടെ പരിപാടി കഴിയാണ്ട് നമ്മുടെ പരിപാടി തുടങ്ങുമല്ലോ എന്ന്. വളരെ മനോഹരമായൊരു പെർഫോമൻസ് ആയിരുന്നു. പ്രദീപ് പ്രസന്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ
വളരെ നിർമ്മലവും അത്ര വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പ്രദീപ് ചെയ്തത്. അല്ല അതെന്താ ജെനുവിനാ. പുള്ളി പോയിട്ട് ഈ പറ്റിയ ആളോട് ഞാൻ ഈ കഥ അവിടെ പോയി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ച് അനുവാദം മേടിച്ച് വന്ന് പറയാ. പ്രദീപേ, ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. താങ്ക് യു. നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ നിങ്ങളുടെ പരിപാടിയൊക്കെ എപ്പോഴും കാണാറുണ്ട്. കാരണം നല്ല ഗംഭീരമാണ്. താങ്ക് യു. പിന്നെ ഈ മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കണതൊക്കെ. അതെ അതെ അതെ. കാരണം അദ്ദേഹം ഇങ്ങനെ ഏത് പരിപാടി ചെന്നാലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം തന്നെ ഒരു മോട്ടിവേഷൻ ആണ് അല്ലേ? അതിന്റെ ഒരു നല്ല ഇന്നും രാവിലെ അതെ നല്ലൊരു ധൈര്യം കൊടുക്കണേ. അതെ. ഇത് ഈ മോട്ടിവേഷനിൽ മാത്രം എനിക്ക് നിങ്ങളോട് തീർപ്പുള്ളൂ. അറിയോ? അതെന്താ? എന്താ എതിർക്കേണ്ട കാര്യം എന്താ? ഈ മോട്ടിവേഷൻ കേട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നേ. എന്താ പ്രശ്നം? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ തളരരുത്, നിങ്ങൾ സധൈര്യം മുന്നോട്ട് നടക്കണമെന്ന് പറഞ്ഞു. അതെ അതെ. പറഞ്ഞു. എന്നിട്ട് ഞാൻ മുന്നോട്ട് പോയാലാണ് എന്നെ പോലീസ് പിടിച്ച് കൂമ്പിനടിച്ചത്. എന്താ പ്രശ്നം? എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? എന്തായിരുന്നു? എനിക്ക് കൊറോണ ആയിരുന്നു. ഞാൻ അത് വെച്ചോണ്ട് പുറത്തിറങ്ങിയായിരുന്നു. അതും വെച്ച് പുറത്തേക്ക് ഇറങ്ങി നടന്നാ? ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചു ദിവസം ഇവിടെ കാണാഞ്ഞത്. അതുകൊണ്ടല്ല, പിന്നെ അത് പറയാൻ വരായിരുന്നു. എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന്. അതായത് ഞാൻ പുതിയൊരു ചാനലുമായിട്ട് ഒന്ന് കൈകോർത്തേക്കാണ്. പുതിയ ചാനൽ തുടങ്ങും. അപ്പൊ അതിലേക്ക് എൻ്റെ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചേക്കാണ്. കാരണം എനിക്ക് ഈ വേദിയിൽ മാത്രം പുള്ളി എന്നെ അനുവദിക്കൂല, കയറ്റിവിടൂല പുള്ളി. എന്ത് ചെയ്താലും നമ്മളെ ഇടിച്ച് തളർത്തിക്കളയും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കണ വേറെ ചാനലുണ്ട്. എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടാ വന്നത്. അവിടെ എന്താ പരിപാടി? എന്താ അത്? അവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി അല്ലേ, അവിടെ സിറ്റ് ഡൗൺ കോമഡി. സിറ്റ് ഡൗൺ കോമഡി എന്ന് വെച്ചാൽ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ വന്ന വേദിയിൽ വന്നവരൊക്കെ നേരെ നിലത്തിരുന്നിട്ട് സ്കിറ്റ് ചെയ്യണം, ജഡ്ജസ് എഴുന്നിട്ട്. കാരണം നിങ്ങൾ ഇരുന്നിട്ട് അവര് നിന്നിട്ടാണല്ലോ, നേരെ ഓപ്പോസിറ്റ് അടിക്കും. അതിനിടയ്ക്ക് ഒരു സംഭവം, ഞാൻ അവിടെ ഒരു കോമഡി ഒരു സാധനം വെറുതെ ചുമ്മാ ഒന്ന് അടിച്ചു കൊടുത്ത്. അതിന് ഡയറക്ടർ കസേരന്ന് പറഞ്ഞിട്ട് താഴെ വീണ് ക്യാമറാമൻ ഓടിക്കളഞ്ഞു വീട്ടിലേക്ക്. പിന്നെ അവിടെ ആങ്കർ ചെയ്യണ പെണ്ണുണ്ടല്ലോ, ആങ്കറിന്റെ പെണ്ണിനെ മേക്കപ്പ് മാൻ ഇങ്ങനെ കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നു. അവന്റെ നീ ഐബ്രോ കണ്ണി കുത്തിക്കറി. ഞാൻ പറഞ്ഞും പോയി. ഒരു എതിർപ്പുണ്ട്. കാരണം നിങ്ങളെ പോലെ ഒരാള് ഇത്രയും എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പം നിന്നിട്ട് ഇവിടെയുള്ള മോശം തമാശ മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ല തമാശ കിട്ടിയപ്പോ നിങ്ങളത് വേറൊരു ചാനലിൽ പോയി പറഞ്ഞു. ചോറൊരിടത്തും കൂറൊരിടത്തും എന്ന് പറയും. അങ്ങനെ അല്ലായിരുന്നു. സംബന്ധിച്ച് അത് ചെയ്യരുത് മാമ. അല്ല, അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. എന്റെ ഷോ അവിടെ നടക്കാൻ ഷോ നടക്കാൻ ഇവിടെ നമുക്ക് നിങ്ങൾ ഇവിടെ വന്നപ്പോ മോശം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവസരം കിട്ടാത്തത്. അവിടെ പോയി നല്ലത് പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളെ അവിടെ എടുത്തത്. നിങ്ങൾക്ക് ആ നല്ലത് ഇവിടെ പറയാൻ പാടില്ലായിരുന്നു. ഈ കൗണ്ടർ പുറത്ത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ പറയുന്നത് അവരോട് പറ, അത് ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് പറയൂ. എന്നിട്ട് അത് ഇവിടെ സംഭവം ഇതാണ്. ഞാൻ തലേദിവസത്തിൽ വൈകിയാണ് കിടന്നുറങ്ങിയത്. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ കിടന്നുറങ്ങി. 5 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അലാറം അടിച്ച് എൻ്റെ ഉറക്കം പോയില്ലേ. ഞാൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ കരി സഹിക്കാൻ പറ്റണ്ടായി. ആ അലാറം നോക്കിയാണ് ഇത് അടിച്ചുകൊണ്ടിരിക്കല്ലേ. നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിലെ കൂട്ടുകാരൻ്റെ അച്ഛൻ കയറി എൻ്റെ റൂമിലേക്ക് വന്നു. നിങ്ങളുടെ അച്ഛനല്ലേ അങ്ങോട്ട് വരേണ്ടത്? അല്ല, അത് ശരിയാവൂല. എന്നുവെച്ചാൽ അവിടെ ഗ്രൂമേഴ്സ് പറഞ്ഞേക്കണത് സ്വന്തം അച്ഛൻ്റെ പേര് പറയരുത്, നമ്മൾ പുറത്തുള്ള ആൾക്കാരെ പറയാവൂ. കൂട്ടുകാരനാണെങ്കിലും പുറത്തുള്ള കൂട്ടുകാർ പറയാൻ പറ്റുള്ളൂ. കൂട്ടുകാരൻ്റെ അച്ഛൻ കയറി വന്ന് എന്നിട്ട് ചോദിച്ചു, മോനെ എന്താ നിന്റെ മുഖം എന്താ ചോന്നിരിക്കണം, നിന്നെ ആരെങ്കിലും അടിച്ചാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അടിച്ച്. ആരടിച്ച്? അലാറം അടിച്ച്. ഇത് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞേ ഈ അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അലാറം ഇങ്ങോട്ട് എടുത്തിട്ടില്ലേ, ഒറ്റ ഇറങ്ങി പൊട്ടിച്ചോളാം ഞാൻ. എന്നിട്ട് അച്ഛൻ പറയണേ, എടാ അലാറം നീ കൊണ്ടോ കേസ് കൊടുക്കടാ, ഞങ്ങൾ കോടതിയിൽ വാദിച്ചോളടാ. ഇല്ല, അവരൊക്കെ അവിടെ തന്നെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനെ പോകുന്നത്? എന്താ? അല്ല, ഞാൻ പോകുന്നതെന്ന് വെച്ചാല് ഡയാന കൊച്ചിനൊന്നും അവിടെ ആങ്കർ ചെയ്യാൻ വേണ്ടി വിളിക്കാൻ നേരം. അപ്പൊ നമ്മളാകുമ്പോ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ മോളെ, അല്ലേ? അപ്പൊ അവിടെ മോള് എന്തായാലും അവിടെ വരണം, ഇല്ലാന്ന് പറയരുത്. പറയണ കാശ് തരും. പറയണ പൈസ കൊടുക്കോ? ആ, പ്രൊഡ്യൂസർ പറയണ കാശ് ഈ കൊച്ചിന് കൊടുക്കും, ഞാൻ മേടിക്കും.
ഹലോ, ആ അതെ ഞാനാണ്. ആണോ, അത് ശരി. അതിപ്പം ഇപ്പം എങ്ങനെ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞത്. ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂടെ? ഒന്നും കൂടി ആലോചിച്ച് മറ്റൊന്ന് പറഞ്ഞിട്ടേ ഒന്നും കൂടി ആലോചിച്ച് നോക്കുന്നുള്ളൂ. ഞാൻ വരാം. പറ്റൂല്ലേ? എന്തുപറ്റി? അല്ല അവിടെ ഷൂട്ട് തുടങ്ങി. ഞാനപ്പോൾ അവിടെ എന്നാ നോക്കിയിട്ട് കണ്ടില്ല അവിടെ. അപ്പോൾ എനിക്ക് പകരം വേറൊരാൾ അവിടെ എടുത്ത്. നിങ്ങളിപ്പോ ഞാൻ മോട്ടിവേഷൻ കൊടുക്കേണ്ടി വരും. ഇല്ല, ഇപ്പൊ പുള്ളി ഏതായാലും ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എപ്പിസോഡിന് സിറ്റ് ഡൗൺ കോമഡി എന്ന് പേരിടാം. ശവത്തി കുത്തല്ലേ വിഷയം. ഏത് ചാനലാണ് നിങ്ങളെ വിളിച്ചത്? ക്ലിഞ്ഞോ പ്ലിഞ്ഞോ മീഡിയ. കുഞ്ഞോ മീഡിയോ? യൂട്യൂബ് ചാനലാണ്. 6 മാസം കൊണ്ട് 7 സബ്സ്ക്രൈബേഴ്സ് വന്നതാണ്.